ഈ കഥകൾ പറയുമ്പം പറഞ്ഞു ഇത് എൻ്റെ ജീവിതാനുഭവമാണ്, ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ചത്, എന്നിട്ട് ഞാൻ തളർന്നില്ല, ഞാൻ പോയി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മെൽവിൻ തളർന്നിട്ടില്ല, മെൽവിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെൽവിൻ്റെ ഉള്ളിൽ അതിനോടുള്ളൊരു വലിയ കൊതി ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്ത് കഥയാക്കിക്കൊണ്ട് ഇപ്പോഴും മെൽവിൻ ഈ TV ക്യാമറയ്ക്ക് മുന്നിൽ ഇവിടെ ഇത്ര ശക്തമായി നിൽക്കുന്നതെന്നുള്ളൊരു വലിയ കാര്യമാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരുപാട് പേര് രാജേട്ടാ നമ്മളോട് പറയേണ്ടത് എനിക്ക് ഭയങ്കര അഭിനയമോഹമാണ്. ശരി, തെരുവ് നാടകത്തിൽ അഭിനയിച്ചോ, വേണ്ട. എന്നാൽ സീരിയലിൽ അഭിനയിച്ചോ, ആലോചിക്കാം. നാടകങ്ങളിൽ പോയി അഭിനയിക്ക്, വേണ്ട. അതായത് ഈ അഭിനയമോഹം എന്ന് പറയുന്ന ഒരുപാട് പേർ മോഹിക്കുന്നത് സിനിമയാണ്. സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർഡമാണ്. അവരൊരു നല്ല നടനാവണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് താരമാവണം, എനിക്ക് സ്റ്റാർ ആവണം എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും ആൾക്കാർ ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ അലഞ്ഞതാണ് ചേട്ടാ, ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട്. കഷ്ടപ്പാട്, ചാൻസ് ചോദിക്കൽ, അല്ലെങ്കിൽ കഥ പറയാൻ പോക്ക്, ഇതൊക്കെയാണ്. അപ്പോൾ സിനിമയിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തുടങ്ങണ്ട. അവനവൻ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളായി മാറാനും ചെയ്യാനും കിട്ടിയാൽ, ഒരു വാക്ക് പറയാൻ കിട്ടിയാൽ പോലും അത് കൃത്യമായിട്ട് ചെയ്യാനുമുള്ളൊരു കപ്പാസിറ്റി അവനവൻ ഉണ്ടാക്കുന്നിടത്തു നിന്നാണ് ചാൻസ് ചോദിച്ചു തുടങ്ങലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത്. ആദ്യം അവനവൻ കൃത്യമായിട്ട് അതിന് തയ്യാറായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അല്ലേ? സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ആരും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ അച്ഛൻ സിനിമ, ഇപ്പം എൻ്റെ അച്ഛൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ പറയും, നീ ഇപ്പം മാർക്കറ്റ് വന്നിട്ട് നിവിൻ പോളിക്കാണ്, അതിൽ നിന്ന് കോടികൾ കിട്ടിയാൽ നിനക്ക് തന്നെയല്ല സൂചിക്കുക, നിനക്ക് തന്നെ എന്ത് ചെയ്യാം, നിന്നെ വെച്ചെടുത്താൽ ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ വരത്തില്ല. അച്ഛൻ അങ്ങനെ ബുക്ക് ചെയ്യത്തുള്ളൂ നിവിൻ പോളിയെ. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വഴികൾ കണ്ടെത്തണം. ഇപ്പോഴത്തെ ഈ കോവിഡ് അസുഖത്തിന് തന്നെ വേറൊരാൾ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ മാസ്ക് ഇടണം, നമ്മൾ തന്നെ നമ്മുടെ സൂക്ഷിക്കണം, ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് പറയില്ല. നമ്മളുടെ അടുത്ത് കെയർഫുൾ ആയിരിക്കണം. അതുപോലെ നമ്മൾ നടനാവണമെങ്കിൽ അതിൻ്റെ 99% പരിശ്രമം നമ്മുടെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ നമ്മൾ തന്നെയാണ്. പിന്നെ ഭാഗ്യത്തിന് ചില സഹായങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഉദാഹരണത്തിന് പഞ്ചവർണ്ണതത്വം എന്നുള്ള സിനിമ എടുക്കുമ്പം പിഷാരടി ഞാനിവിടെ ആദ്യം തീരുമാനിച്ചു, ഇതിനകത്ത് ഒരു ഡയലോഗെങ്കിലും പറയാൻ വരുന്ന ഒരാൾ നമുക്കറിയാമെന്നുള്ള മിമിക്രിയിലോ സ്കിറ്റിലോ ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം. ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക, അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നവൻ കൂടെ ആർട്ടിസ്റ്റാണ്. 68 പുതിയ ആളുകൾ പഞ്ചവർണ്ണതത്വത്തിലുണ്ട്. ഒരു രാവിലെ ഓടിപ്പോകുമ്പോൾ ഗുഡ് മോർണിംഗ്, ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലും ഒരു ഡയലോഗുള്ള വേഷമാണ്. സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂണിറ്റിൽ ഒരാളുടെ ഒരു പോസ്റ്റ്മാനാണ്, പെട്ടെന്ന് ഒരു കാക്കി എടുത്തിട്ട് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്തിട്ടോ ഇല്ല. നമ്മൾ ആദ്യമേ അയാളുടെ ഫോട്ടോ ഒട്ടിച്ചേക്കാണ്, പോസ്റ്റ്മാൻ്റെ വരുന്ന ഇന്നടത്ത് ഇന്ന ആളാണ്, ഇത്രാം തീയതി രാവിലെയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് വേറെ ഓർമ്മ വന്നത്, ഈ ചോട്ടാ മുമ്പ് എടുക്കുമ്പോൾ ഒരാളിങ്ങനെ സ്ഥിരം അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. ഞാൻ നിങ്ങൾ രാവിലെ 8 മണിക്ക് മോഹൻലാൽ വരും, ഞാൻ ഒരു 7 മണിക്ക്, ഞാൻ 7 മണിക്കേ വരണം, അത് ഞാൻ എൻ്റെ ബൈക്കിൽ വന്നോളാം സാറെന്ന് പറഞ്ഞു. മോഹൻലാൽ 8 മണിക്ക് എത്തി, പക്ഷേ ഇയാൾ എത്തിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അൻവർ ചോദിച്ചു, ഇതെന്താണ് ലാലേട്ടൻ വന്നു, രാജേട്ടൻ പറഞ്ഞ ഒരാൾ ഏതോ നാടക ട്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആളല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ വരുന്നു, സാറേ വരണ വഴിക്ക് ബൈക്ക് ആക്സിഡൻ്റായി, എൻ്റെ കൈ ഒടിഞ്ഞു സാറേ, ഇവിടെ കിടക്കണം, ഒരു 2 ആഴ്ച കിടക്കണം, എനിക്ക് വയ്യ സാറേ, ബൈക്കും ഒക്കെ കിടന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വേറെ ആരെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഞാൻ ഡോക്ടറുടെ കൊടുക്കാം. ഡോക്ടർ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലിനും ഉണ്ട്, എന്തായാലും ഒരു 3 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നാൽ വേഷം ചെയ്യട്ടെ.